എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആർട്ട് എക്സിബിഷൻ കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം മാംഗ്ലൂരിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് എക്സിബിഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി നടക്കുന്ന കദ്രി പാർക്കിലാണ്. കദ്രി പാർക്ക് മാംഗ്ലൂരിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. പാർക്കിന്റെ മുമ്പിലുള്ള റോട്ടിലാണ് എക്സിബിഷൻ വെന്യൂ. നിങ്ങൾ ഈ കാണുന്ന സ്പോട്ടിൽ നിന്ന് അങ്ങോട്ട് മൊത്തം സ്റ്റോൾസ് ആണ്. പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ്, ഇതൊക്കെയാണ് കാർവിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെയാണ് അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ സ്റ്റോൾ. കണ്ടോ, ലാഫിംഗ് ബുദ്ധേൻ്റെ വിഗ്രഹം, പിന്നെ അവിടെ ഭരണികളുണ്ട്, പിന്നെ കല്ല്, അരക്കുന്ന കല്ലില്ലേ, റൗണ്ട് ഷേപ്പിൽ നീളത്തിൻ്റെ അരക്കുന്ന കല്ല്. ഇനി അടുത്ത സ്റ്റോളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അടുത്ത സ്റ്റോളിൽ ഞാൻ കണ്ടത് പെയിൻറ്റിങ്സ് ആയിരുന്നു. ഒരുപാട് ഇങ്ങനെ പേപ്പറിൽ വരച്ചിരുന്ന പെയിൻറ്റിങ്സ് ഒക്കെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രെയിം ചെയ്ത് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്ന ഒരു സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ സ്റ്റോളാണ്. അപ്പോൾ ഇത് കാർക്കളയിലുള്ള ഒരു സ്കൂൾ ഓഫ് ആർട്ടാണ്. കാർക്കള എന്ന് പറയുന്നത് 52 കിലോമീറ്റേഴ്സ് ഫ്രം മാംഗ്ലൂർ. അപ്പോൾ അവർ പറഞ്ഞത് അവർ അവിടെ ഫ്രീ ആയിട്ടുള്ള ആർട്ട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അതൊരു 1.5 ഇയേഴ്സിൻ്റെ കോഴ്സാണ്, 18 months കോഴ്സ്. ഡെയിലി അവർ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ്സസ് ആണ്. സൺഡേ ഹോളിഡേ ആണ്. അടുത്ത സ്റ്റോളിൽ കുറേ കളർഫുൾ ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്സ്, അതുപോലെ തന്നെ പൂജാമുറി, ലിവിംഗ് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഹോം ഡെക്കോർ ഐറ്റംസ്, ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ടത്. അടുത്തതായിട്ട് കുറച്ച് പെൻസിൽ സ്കെച്ചിങ്സ് കാണാം. ആനേൻ്റെ പല പല പോസും അതുപോലെ തന്നെ പല സൈഡിൽ നിന്നുള്ള പെൻസിൽ സ്കെച്ചിങ്സ് ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. തുമ്പിക്കൈ മാത്രം അവർ വരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ടൈഗറാണ്. ടൈഗറിൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണല്ലേ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ലയൺ ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ലയൺ, കുതിര, അതുപോലെ തന്നെ കുറേ ആനിമൽസിൻ്റെ ഒക്കെ പെൻസിൽ സ്കെച്ചിങ്സ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് കിടക്കാം. ഇവിടെ വീണ്ടും ഒരു സ്കൂൾ ഓഫ് ആർട്ടിന്റെ വർക്കാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വാട്ടർ കളേഴ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന പിക്ചേഴ്സ് ആണ്. കണ്ടോ, ശിവദേവൻ, ബുദ്ധ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ MBBSന്റെ എൻ്റെ 2 സ്റ്റുഡൻസിനെയും കൂടെ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തത്തെ വീഡിയോസൊക്കെ എടുത്ത് സ്റ്റോളിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. തെയ്യം, അതുപോലെ തന്നെ യക്ഷഗാന. നമുക്ക് കഥകളിയില്ലേ, അതുപോലെ കർണാടകക്കാർക്ക് യക്ഷഗാനയാണ്. പിന്നെ ഇത് കണ്ടോ, ദേവീൻ്റെ ഒരു നല്ലൊരു പടം. പിന്നെ പലരുടെയും പിക്ചേഴ്സൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച ഫോട്ടോ എന്നായിരുന്നു. ഇതൊരു രാധാകൃഷ്ണൻ്റെ പിക്ചറാണ്. എന്ത് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണല്ലേ. കണ്ടോ, ഒരുപാട് ആക്രൈലിക് പെയിൻറ്റ്സ്, അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ്, അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ്. ആ കൃഷ്ണനെ കണ്ടോ, ക്യൂട്ട്. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കുവാണ്. ഇനി അടുത്ത സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു കിഡ്സ് ആർട്ട് സ്റ്റോളാണ്. അതൊരു ഡ്രോയിങ് സ്കൂളിൻ്റെ സ്റ്റോളായിരുന്നു. അവിടുത്തെ സ്റ്റുഡൻസ് വരച്ചിരിക്കുന്ന പടങ്ങൾ, ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ വരച്ചിരിക്കുന്ന പടങ്ങളാണ്. 2nd സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ്, അതുപോലെ അവരുടെ വർക്കാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കോയ് ഫിഷിൻ്റെ അക്രൈലിക് പെയിൻറ്റിങ്, ഫെങ്ഷുയിലൊക്കെ ലക്കി ആയിട്ടുള്ള കോയ് കാർട്ട് ഫിഷിൻ്റെ പെയിൻറ്റിംഗ് ആണിത്. സാലുമരദ തിമ്മക്ക ഒരു ഇന്ത്യൻ എൻവയോൺമെൻറ്റലിസ്റ്റ് ആയിരുന്നു. അവരുടെ പടമാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അവരൊരു പത്മശ്രീ അവാർഡ് വിന്നറായിരുന്നു. കഴിഞ്ഞ November 14th അവർ മരിച്ചുപോയത്. അങ്ങനെ കുറേ പിക്ചേഴ്സ്, പെൻസിൽ സ്കെച്ചിങ്സ് കണ്ടു. കുറേ മക്കൾ വരച്ച പിക്ചേഴ്സാണ്. ഫിഷിൻ്റെ പടം, അങ്ങനെയൊക്കെ കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇനിയും കുറേ കാണാനുണ്ട്. ഈ 2 സ്ത്രീകളുടെ പെയിന്റിങ്സും വർക്ക്സും ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കേരള മ്യൂറൽ പെയിന്റിങ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഗ്രീൻ ഡ്രസ്സിലുള്ള ലേഡിയിലെ അവരുടെ വർക്കാണ്. അവർ ആന്ധ്രയിൽ നിന്നാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സൈഡിൽ മൊത്തം അവരുടെ വർക്കായിരുന്നു. അക്രൈലിക് പെയിൻറ്റിങ്, അതുപോലെ വാട്ടർ കളേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ കുറേ ദൈവങ്ങളുടെ പടങ്ങളൊക്കെയാണ് അവർ വരച്ച് അതിനെ ಫ್ರೇಮ್ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ಕೊಡ್ಲಿಕ್ಕೆ ಒಂದು ಹುಡುಗನವರು ನಮಗೆ ಒಂದು ಕೊಡ್ಲಿಕ್ಕೆ ಇರ್ತದಲ್ಲ, ಇನ್ವಿಟೇಷನ್ ಫಸ್ಟ್ ಇನ್ವಿಟೇಷನ್ ಅದು ಗೋಲ್ಡ್ ಅಲ್ಲಿ ಮಾಡಿದೆ.
ಮಾಡಿ ಅವರಿಗೆ ಅದು ಒಂದು ಅವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ, ನಾನು ಅವರಿಗೊಂದು ಕೊಟ್ಟೆ. ಇದು ಫ್ರೇಮ್ ಮಾಡ್ಲಿಕ್ಕೆ ತಂದಿದ್ದೇನೆ, ಆವಾಗ ನನ್ನ ಹತ್ರ ഇತ್ತು, ಅದಕ್ಕೆ ಎರಡು അപ്പോൾ ഫ്രെയിംഡ് ഫോട്ടോനകത്ത് അവർ തെലുഗുലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റിക്ക് ഒന്ന് ചോദിച്ചതാണ് എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അത് അവരെ മകളുടെ ഇൻവിറ്റേഷൻ വെഡ്ഡിങ് കാർഡായിരുന്നു. അപ്പോൾ അത് ചെറുക്കനും പെണ്ണും കൂടെ കൊടുത്ത ഇൻവിറ്റേഷൻ കാർഡ് അവരാണത് ഉണ്ടാക്കിയത്. എന്നിട്ട് അവരത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലേഡി അവർ എല്ലാം എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. കുറേയൊക്കെ പുതിയ വർക്കായിരുന്നു. ഈ താഴെ വെച്ചിരിക്കുന്നതൊക്കെ അവരുടെ പുതിയ വർക്കാണ്. അതുപോലെ തന്നെ മേലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ 2006-ലും 2007-ലൊക്കെ അവർ ചെയ്ത വർക്കാണ് എന്നൊക്കെ അവർ എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എല്ലാ പിക്ചേഴ്സും നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അത് കണ്ടോ, നമ്മളെ റെസ്പെക്റ്റഡ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജിയും അമ്മയും കൂടിയിട്ടുള്ള പിക്ചർ വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടതെല്ലാം രണ്ടാമത് നമ്മൾ ഒരു ലേഡീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആർട്ടിസ്റ്റ്, ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ആർട്ടിസ്റ്റിൻ്റെ വർക്കായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഇൻഫൻറ്റ് ജീസസ്, അതുപോലെ തന്നെ ജീസസിൻ്റെ ഒക്കെ വലിയ വലിയ സ്റ്റാച്യൂസും ഫിഗേഴ്സും ഒക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പള്ളികളിലൊക്കെ വെക്കൂലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹോം ഡെക്കോർ ഐറ്റംസ് നോക്കിയേ, ഇവിടെ ഒരു അരകല്ല് കണ്ടോ. ഇത് പിന്നെ സർ വിശ്വേശ്വരയ്യ, മേക്കർ ഓഫ് മോഡേൺ മൈസൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫേമസ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ബുദ്ധേൻ്റെ ഒരു വലിയ വർക്ക്, ഇത് നമുക്ക് വീട്ടിൽ ഹോം ഡെക്കോറായിട്ട് യൂസ് ചെയ്യുന്ന ബുദ്ധ, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി, മദർ മേരി, ജീസസ് എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോളിലേക്കാണ്, റൂപാസ് ക്രിയേഷൻസ്. ഈ സ്റ്റോളിലത്തെ തീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വർക്ക് മെയ്ഡ് ഔട്ട് ഓഫ് ഡ്രൈഡ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്. അപ്പോൾ ഉണങ്ങിയ പൂക്കളും ഇലകളും കൊണ്ടുള്ള ആർട്ടായിരുന്നു ഇത്. ഇത് കണ്ടോ, വാട്ടർ ആൻഡ് ഫിഷ്. ഫിഷ് എന്ത് ക്യൂട്ടാണ് അല്ലേ. പിക്കോക്കിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന്. ഇതൊക്കെ സൂപ്പറാണ്. കണ്ടോ, കോഴി നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേർഡ് ആൻഡ് നെസ്റ്റ്. ഇതെനിക്ക് തോന്നുന്നു ഡ്രൈ ഫ്ലവർ തന്നെ അവർ അങ്ങനെ സൂക്ഷിച്ചു വെച്ചതാണ്. സെറാമിക് ആർട്ട് വർക്കിൻ്റെ ഒരു സ്റ്റോളിലേക്കായിരുന്നു നമ്മൾ അടുത്തതായിട്ട് പോയത്. ഹോം ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ ഉണ്ടാക്കിയ സെറാമിക് ഫ്ലവേഴ്സും പെറ്റൽസും ഒക്കെ ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ്. നമുക്കത് വീട്ടിലും ഓഫീസിലും ഒക്കെ വാൾ ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു കോഫി ആർട്ട് ഞാൻ കാണിച്ചു തരാം. കോഫി ആർട്ട് എന്ന് പറയുമ്പോൾ കോഫി പൗഡറിൽ ഉണ്ടാക്കിയ വർക്ക്. ആ ഡാൻസർ, അതുപോലെ തന്നെ പുള്ളിപ്പുലിനെ കണ്ടോ, അതൊക്കെ കോഫി പൗഡറിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വർക്കിൻ്റെ ഒക്കെ സൃഷ്ടികർത്താവാണ് അവിടെ നിൽക്കുന്ന കൊച്ചുമിടുക്കി. ഒരു 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിൻ്റെ ടാലൻറ്റും വർക്കും ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പിക്ചർ കണ്ടോ, ഒരു ഫോട്ടോഗ്രാഫീനെ മാതിരിയാണ് ഇരിക്കുന്നത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവിടുത്തെ വർക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ സമയം 6:30 ആയി. അവിടെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ തന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറേ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ആണ്. നല്ല ഭംഗിയാണ് ഈ ജ്വല്ലറി ഒക്കെ കാണാൻ. ആ റെഡ് വൺ കണ്ടോ, അത് നമുക്ക് സാരീൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നന്നായിരിക്കും. ഇതൊക്കെ വാട്ടർ കളേഴ്സ് അതുപോലെ തന്നെ ആക്രൈലിക് കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയ പെയിൻറ്റിങ്സ് ആണ്. ബുദ്ധ, യക്ഷഗാന. ഇത് ചെസ് ബോർഡിൻ്റെ തീമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മോദിജി, റാം മന്ദിർ തീം. ഡയമണ്ട് സ്ട്രോക്ക് പെയിൻറ്റിങ്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഥകളി തീമല്ലേ? അതെ, കഥകളിയാണ്. ശിവദേവൻ, അതുപോലെ തന്നെ അമ്പലം, ഉത്സവങ്ങൾ. ഈ പെയിൻറ്റിങ് വന്നിട്ട് മൈസൂർ ദസറ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മളെ മോഡേൺ ലൈഫിനെ പറ്റിയിട്ടുള്ള തീമാണ്. പിന്നെ ഇത് കണ്ടോ, എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ, അതാണ് ഇവിടുത്തെ തീം. അങ്ങനെ ഒരുപാട് മോഡേൺ ആർട്ടായിട്ടും കുറേ പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബനാന നോക്കൂ, എന്ത് റിയലാണ്. ആ ത്രെഡ് കണ്ടോ ബനാനയിൽ, വെരി റിയൽ. ഇനി കുറച്ച് സമയം ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെ പിക്ചേഴ്സൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കൂ.
ഇവിടെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കാണാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മോഡേൺ ആർട്ട് പെയിന്റിങ്സും കൂടെ നമുക്ക് കാണാം. കുറച്ച് കേരള മ്യൂറൽ പെയിന്റിങ്സ് കൂടെ നമുക്ക് കാണാം. ഈ ഒരു സൈഡിൽ മൊത്തം മ്യൂറൽ പെയിന്റിങ്സിന്റെ സ്റ്റോൾസ് ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ചാർക്കോൾ ആർട്ട് കാണാം. കുറച്ച് സമയം കൊണ്ടൊന്നും തീർക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു ആർട്ട് ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടത്. നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുന്ന മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. ഇവിടുത്തെ പെയിന്റിങ്സിന്റെ മെയിൻ തീമായിട്ട് എനിക്ക് തോന്നിയത് നമ്മളെ കൾച്ചർ തന്നെയാണ്. ഡിഫറെന്റ് ഡാൻസ് ഫോംസ്, അതുപോലെ തന്നെ അമ്പലം, ഫേമസ് പേഴ്സണാലിറ്റീസ്, അതുപോലെ തന്നെ മോഡേൺ ആർട്ട്. ഞാൻ നന്നായി വരക്കുന്ന ആളൊന്നും അല്ല, പക്ഷെ എനിക്ക് പെയിന്റിങ്സും ഡ്രോയിങ്സും ഒക്കെ കാണാൻ ഇഷ്ടമാണ്. അത് ആസ്വദിക്കുന്ന ആളാണ്. ഡയമണ്ട് സ്ട്രോക്ക് പെയിന്റിങ്സ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിപ്പാൻ ആർട്ടാണ്. ക്ലേയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ മിറർ വർക്ക് ഒക്കെ വരും. ഈ വർക്ക് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതിന്റെ പേരറിയില്ലായിരുന്നു. അപ്പൊ കുറച്ച് ലിപ്പാൻ ആർട്ട് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. ഇവിടെ ഒരാളിരുന്ന് പടം വരയ്ക്കുന്നുണ്ട്. നമ്മൾ കാരിക്കേച്ചർ പടം വരയ്ക്കുന്ന ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിവിടെ എല്ലാം ഓൾമോസ്റ്റ് കണ്ടു തീർത്തു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം സമയം 8:30 ഒക്കെ ആവാറായി. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചിക്കൻ്റെ സിസ്ലറാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ ഡിന്നറിന് ഓർഡർ ചെയ്തത്. സിസ്ലിംഗ് ചിക്കൻ വിത്ത് ഗാർലിക് പെപ്പർ ആൻഡ് മഷ്റൂം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.